കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക്. സർക്കാർ ഏറ്റെടുത്ത് 6 വർഷം കഴിഞ്ഞിട്ടും ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം. സഹകരണ സ്ഥാപനമായിരുന്ന കാലത്തെ മുൻകാല സർവീസ് പരിഗണിക്കാത്തതിനാലാണ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത്. അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക. നഴ്സസ് ദിനത്തിൽ കരിദിനം ആചരിച്ചായിരുന്നു പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സുമാരുടെ സൂചനാ സമരം. 2019 സർക്കാർ ഏറ്റെടുത്ത പരിയാരം മെഡിക്കൽ കോളേജിൽ 520 നഴ്സുമാരെ സർക്കാർ ജീവനക്കാരാക്കി മാറ്റിയിരുന്നു. എന്നാൽ ഇവരുടെ ആനുകൂല്യങ്ങൾക്ക് മുൻകാല പ്രാബല്യം നൽകിയിരുന്നില്ല. ഇതോടെ സഹകരണ സ്ഥാപനമായിരുന്നപ്പോൾ ജോലി ചെയ്തവരുടെ മുൻകാല സർവീസ് പരിഗണിക്കപ്പെടാതെയായി. 2019 ശേഷമുള്ള സർവീസ് മാത്രമാണ് ഇവർക്കിപ്പോൾ സർക്കാർ കണക്കിലുള്ളത്. സർക്കാർ മാനദണ്ഡം അനുസരിച്ചുള്ള ശമ്പളം മാത്രമേ ലഭിക്കൂ എന്നതിനാൽ 10,000 മുതൽ 20,000 രൂപ വരെ ശമ്പളത്തിൽ കുറവുണ്ടാവുകയും ചെയ്തു. 25 മുതൽ 30 വർഷം വരെ സർവീസ് ഉള്ളവർക്കും സീനിയോറിറ്റി പ്രകാരം ശമ്പള വർധനയ്ക്ക് അർഹതയുള്ളവർക്കും തുച്ഛമായ വേതനമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കോവിഡിന്റെ കാലത്ത് പോലും ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ വീട്ടുകാരെയൊക്കെ വിട്ട് ഇവിടെ തന്നെ ഹോസ്പിറ്റലിൽ വന്ന് ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിൽ കോവിഡിന്റെ രോഗികളെ നോക്കിയ ഹോസ്പിറ്റലാണ് പരിയാരം മെഡിക്കൽ കോളേജ്. ഇപ്പൊ കയറിയ ജൂനിയേഴ്സിനൊക്കെ ശമ്പളം കൂടുതലുണ്ടെങ്കിലും 10-25-30 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. റിട്ടയർമെന്റ് ആയി പോയ 7 പേര് ഞങ്ങളുടെ കൂടെ നിന്ന് റിട്ടയർമെന്റ് ആയിപ്പോയി. അത് 25-30 വർഷമുള്ളവരാ പോയെ. അവർക്ക് ഗ്രാറ്റുവിറ്റിയോ യാതൊരു ആനുകൂല്യങ്ങളും ഇതുവരെയും കിട്ടിയില്ല. മുൻകാല സർവീസ് പരിഗണിക്കാത്തതിനാൽ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല. ദീർഘകാലത്തെ സേവനം കഴിഞ്ഞ് വിരമിക്കുന്ന സഹകരണ സ്ഥാപനമായിരുന്ന കാലം മുതൽ ജോലി ചെയ്തവർക്കുള്ള ആനുകൂല്യങ്ങളിലും വലിയ കുറവുണ്ടായി. 2019 ശമ്പളമാണ് ഇപ്പൊ കിട്ടുന്നത്. കട്ടിങ് എല്ലാം കഴിഞ്ഞ് അവനവന്റെ ഉപജീവനത്തിലുള്ള ഒരു പൈസ തികയുന്നില്ല ആർക്കും. 5 പൈസ പോലെ ഇറക്കി വിടുക ചെയ്യുന്നത്. എന്തൊരവസ്ഥയാ. കാരണം ഇവിടുത്തെ രക്തവും ശരീരവും എല്ലാം ഇവിടുത്തെ വേണ്ടി വിലക്കെടുത്തവരാണ് ഞങ്ങളുടെ എല്ലാ സൂപ്പർ സീനിയേഴ്സും. കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും ഗ്രഹിക്കാതെയും നടക്കുന്ന അവസ്ഥ ഇത് നമ്മുടെ മുഖ്യമന്ത്രിക്കും അറിയാം, ആരോഗ്യമന്ത്രിക്കും അറിയാം, സകല ആരോഗ്യ ജീവനക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. സർക്കാർ അവഗണന തുടർന്നാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് സംയുക്ത നഴ്സസ് കൂട്ടായ്മയുടെ തീരുമാനം. ഭരണാനുകൂല ജീവനക്കാരുടെ സംഘടനയും പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.